ഇത് ഞങ്ങൾ മരിക്കും വരെ ഞങ്ങളുടെ ഇത് മരണശേഷമേ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. ഇത് ഏത് താജുദ്ദീനല്ല, ഏത് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ തുടങ്ങിയാലും ഞങ്ങൾ അനുവദിക്കില്ല. ആരോഗ്യമുള്ള ഒരാള് ഇത് നിരന്തരം ശ്വസിച്ചുകൊണ്ടിരുന്നാൽ അയാൾ അസുഖക്കാരനായിക്കൊണ്ടിരിക്കും. ജോലിക്ക് തടസ്സം ഉണ്ടാവരുത്, ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അതിനുവേണ്ടിയാണ് പോലീസ് സാന്നിധ്യം. ഇത്ര കൃത്രിമമായി എങ്ങനെ ആരെ സ്വാധീനിച്ച് വീണ്ടും ഇവരെ കൊണ്ടുവന്നതാണ് പരിശോധനയ്ക്ക്. അല്ലാതെ ഇത് ഒറിജിനലല്ല, ഇതെല്ലാം കള്ളത്തരം കാണിക്കാൻ വേണ്ടി ഒരു പരിപാടി നടക്കും, നാട്ടുകാരെ പറ്റിക്കാൻ പറ്റുമെന്നുള്ള പരിപാടിയാണ്. അല്ല വേറൊന്നുമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു തുടങ്ങിയിട്ട് ഓരോ വീട്ടിലും കുട്ടികൾക്ക് വരാം ഇൻഹേലർ മെഷീനും വീട്ടിൽ വെച്ചാണ് കുട്ടികൾക്ക് ഇപ്പോൾ ശ്വാസകോശം പോട്ടെ. ഇത് ഈ പ്ലാന്റ് തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ആരെങ്കിലും എൻ്റെ ഭാര്യ നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ്, നോക്കട്ടെ. അപ്പം അതിന് മുമ്പ് എന്തെങ്കിലും ഇങ്ങനെ ചികിത്സ ഉണ്ടായിരുന്നോ? അത് ഈ പ്ലാന്റ് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 5, 6, 7 വർഷങ്ങൾക്ക് ശേഷമാണോ ഇത് വന്നിട്ടുള്ളതെന്നും കൂടെ വയ്ക്കണം. 2-3 പ്രാവശ്യം, ഒരു പ്രാവശ്യം ICU യൂണിറ്റിൽ വരെ ആയ ആണ് എൻ്റെ ഭാര്യ. നമസ്കാരം. ഇത് ചെമ്പൂർ, ഞാറമൂട് ചെമ്പൂർ പ്രവർത്തിക്കുന്ന ടാർ പ്ലാന്റേഷനാണ്. ഇവിടെ നിന്നാണ് റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ ടാറെല്ലാം കൊണ്ടുപോകുന്നത്. പക്ഷേ കുറേ കാലമായി പരിസരവാസികളുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാർ പ്ലാന്റ് മൂലം നിരവധി ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നു. ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്ക് ശ്വാസകോശ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടുകാരൊക്കെ ഏകദേശം 10 മാസമായി ഇവിടെ സമരത്തിലായിരുന്നു. തുടർന്ന് പ്ലാന്റ് അടച്ചിട്ടു, കുറച്ചു കാലമായി പ്രവർത്തിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോളും ഇവിടെ വന്നിരിക്കുകയാണ്. ഈ പ്ലാന്റ് കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള അന്തിമ പരിശോധനയ്ക്കായി എത്തിയിരിക്കുകയാണ്. ഈ പരിശോധനയ്ക്ക് ഇവർ എത്തിയറിഞ്ഞ് നാട്ടുകാരും തടിച്ചു കൂട്ടിയിട്ടുണ്ട്. സാർ, ഇപ്പോൾ ജനങ്ങളുടെ പ്രക്ഷോഭം പുറത്ത് നടക്കുകയാണ്, അകത്ത് പൊല്യൂഷൻ കൺട്രോൾ പരിശോധന നടക്കുകയാണ്. പോലീസിൻ്റെ സാന്നിധ്യം എന്തിനാണ് ഇവിടെ? അതുകൊണ്ട് തന്നെയാണ് പ്രക്ഷോഭമുള്ളത്, സമരമുള്ളതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ സാന്നിധ്യം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും DMO ഓഫീസിൽ നിന്നും ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്കൊരു ലെറ്റർ തന്നിരുന്നു. അപ്പോൾ അവരുടെ ഡ്യൂട്ടിക്ക് തടസ്സമൊന്നും വരരുത്. അവർ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതല്ല, അവർ അവരുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ ജോലിക്ക് തടസ്സം ഉണ്ടാവരുത്, ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അതിനുവേണ്ടിയാണ് പോലീസ് സാന്നിധ്യം. താജുദ്ദീൻ ചേട്ടനല്ലേ? അതെ. താങ്കളുടെ ഇവിടുത്തെ ഓണർ അല്ലേ? ഞാനാണ് ഓണർ. ഇപ്പോൾ 4 പഞ്ചായത്തുകളിലുള്ള ജനങ്ങൾ ഈ ഒരു സ്ഥാപനം മൂലം ബുദ്ധിമുട്ടുന്നതാണ് പരാതി. അതെ. എന്തുമാത്രം വാസ്തവം ഉണ്ടാണ് അത്? 2018 ഒരു HM40 എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഇവിടെ നമ്മൾ വെച്ചിരുന്നു. അത് അപ്പോളയുടെ ഡ്രമ്മിക്സ് പ്ലാന്റാണ്. പക്ഷേ അതിനകത്ത് പൊല്യൂഷൻ ഉള്ള സാധനം നമ്മളത് 2022 ആയപ്പോൾ മാറ്റി. അപ്പോൾ അതുപോലെ ജനങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. 2022 ഈ പ്ലാന്റ് ഇവിടെ വന്നു, ഒരു കുഴപ്പമില്ലാതെ ഒരു കൊല്ലം പ്രവർത്തിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ഉത്സവ പിരിവ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു സംഭവത്തിൽ. 2 ക്ഷേത്രക്കാർ ഒരുമിച്ച് വന്ന് ഇങ്ങനെ ഉത്സവ പിരിവ് ചോദിച്ചു ഇവിടെ മാനേജറെടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഒരു 25 2 പേർ ആവശ്യപ്പെട്ടപ്പോൾ ഒരാൾക്ക് 25 കൊടുക്കാൻ മറ്റേ എൻ്റെ അടുത്ത് പറഞ്ഞതുമില്ല. അവിടെ തുടങ്ങി വിഷയങ്ങൾ തുടങ്ങി. ഇപ്പോൾ അത് പിന്നെ അത് മൊത്തത്തിൽ പബ്ലിസിറ്റി ആയി. പിന്നെ ഈ പാർട്ടിക്കാരടുത്ത് ചെന്നു. അപ്പം മറ്റേ MLAയും മിനിസ്റ്റർ ഓഫീസും എന്നൊക്കെ പറഞ്ഞ് എന്തായാലും റോഡ് പണി ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ പ്ലാന്റ് ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. ടാർ പണി ചെയ്യണമെങ്കിൽ ഈ MC റോഡ്, മലയോര ഹൈവേ, പിന്നെ സ്മാർട്ട് സിറ്റി വികസനത്തിനൊപ്പം തന്നെ ജനങ്ങളുടെ ആരോഗ്യം നോക്കണം. തീർച്ചയായിട്ടും നോക്കണം. അതിനാണ് ഇന്നിപ്പോൾ ഒരു സംയുക്ത ഇൻസ്പെക്ഷൻ നടക്കുന്നത്. DMO, അതായത് ഡിസ്ട്രിക്ട് മെഡിസിൻ ഓഫീസറും മെഡിക്കൽ ഓഫീസറും അതേപോലെ പൊല്യൂഷൻ കൺട്രോൾ യൂണിറ്റും സംയുക്തമായിട്ട് ഇന്ന് 11 മണി തൊട്ട് ഇവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അവർ ഈ പരിശോധന അവസാനം വരെ നോക്കി പ്ലാന്റ് പ്രവർത്തിപ്പിച്ച് ഇതിൽ എത്രത്തോളം പൊല്യൂഷൻ ഉണ്ടെന്ന് നോക്കിയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് ഓക്കെ ആയി കിട്ടുമെങ്കിൽ മാത്രമേ ഞാനിത് ചെയ്യൂ. അല്ലെങ്കിൽ തീർച്ചയായും ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്ത് ഞാൻ ഇത് അവസാനിപ്പിക്കും. അന്ന് ഈ സമരം തുടങ്ങിയ സമയത്ത് ഞാനിവിടെ വന്നായിരുന്നു. ഞാൻ വന്നിട്ട് ഒരുപാട് വീടുകളിലൊക്കെ പോയായിരുന്നു. ക്യാൻസർ ബാധിച്ച് മരിച്ച 1-2 വീട് വരെ സന്ദർശിച്ചായിരുന്നു. അപ്പോഴത്തേക്കെല്ലാം അവർ പറയുന്നത് അവർക്കെല്ലാം ഈ പൊടി മൂലം ശ്വാസകോശ സംബന്ധമായ വിഷയങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത്. സാറേ, ഞാൻ ഈ വർക്ക് തുടങ്ങിയിട്ട് 35 കൊല്ലമായി. 35 കൊല്ലമായിട്ട് വർക്ക് സൈറ്റിൽ ടാർ ഇടുമ്പോഴത്തേക്ക് ഞാൻ ചെന്ന് കൂടെ നിന്ന് കമ്പും കൊണ്ട് കുത്തി നോക്കി അതിൻ്റെ ശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ചിലപ്പോൾ ഈ അലർജി പ്രശ്നങ്ങളുള്ളവർക്ക് ഇതൊരു എന്തെങ്കിലും വരുമെന്നുള്ള അല്ലാതെ നോർമൽ ആരോഗ്യമുള്ള ആർക്കും തന്നെ, അല്ലെങ്കിൽ എനിക്ക് വരണ്ടേ? ഞാൻ ഇത്രയും നാൾ എൻ്റെ ജോലിക്കാരും വയസ്സായി 50-60 വയസ്സായിട്ട് ഇപ്പോഴും അവർ വർക്ക് ചെയ്യുന്നു. അവർക്ക് ആർക്കും ഈ അസുഖം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ മെഡിക്കൽ ഓഫീസർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഡിക്ലെയർ ചെയ്യുമല്ലോ. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പൂർണ്ണമായ ക്ലീൻ ചീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കൂ. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യത്തുള്ളൂ. പൊല്യൂഷൻ കൺട്രോളും ഹെൽത്തും
ഈ 4 സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. 4 സർട്ടിഫിക്കറ്റും കിട്ടിയാൽ മാത്രമേ അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മളിത് ചെയ്യൂ. മറുഭാഗം കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയുടെ വിധി അനുകൂലമായെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കൂ. കോടതിയുടെ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് നിങ്ങളൊന്ന് മാറി നിൽക്കുന്ന ലൈസൻസ് എടുക്കാൻ വേണ്ടി. ലൈസൻസ് എടുത്തിട്ട് ഹൈക്കോടതിയിൽ കൊടുക്കും. കോടതിയും കൂടെ വിധിച്ച് നിങ്ങൾ ചെയ്തോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ചേട്ടാ, ഞാൻ കമ്പനി CEO ആയിട്ട് സംസാരിച്ചു. അപ്പം അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഏതോ ക്ഷേത്രത്തിൽ നിന്ന് 2 പേര് പോയിട്ട് കാശ് ചോദിച്ചു. ആ ചോദിച്ച കാശ് തുക കൊടുക്കാത്തതിനെ തുടർന്നാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് അവിടെ നടത്തുന്ന പൊല്യൂഷൻ കൺട്രോൾ ടെസ്റ്റ്, ആ ടെസ്റ്റിന് പൂർണ്ണമായ ക്ലീൻ ചിറ്റ് കിട്ടിയാൽ മാത്രമേ അവർ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിധി എന്താണോ അതനുസരിക്കും. ഇത്തരം 3 കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്. നാട്ടുകാർക്ക് എന്താ പറയാനുള്ളത്? അവർ ഇത് തുടക്കം മുതൽ ഈ ഒരു കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള വരണം, താൽക്കാലികമായിട്ട് ലോക്കൽ റോഡിൻ്റെ പണിക്ക് വേണ്ടി ടാർ മിഷി എന്നും പറഞ്ഞുള്ള ഒരു സംവിധാനം ആണ് ഇവിടെ തുടങ്ങിയത്. അതിനുശേഷം 8.5 വർഷമായി ഒരുപാട് പേര് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് കോടതി അനുകൂലമായിട്ടുള്ള നടപടി, ഒരു കോർട്ട് ഓർഡർ നമുക്ക് നിലവിലുണ്ട്. ഇത് ഇവർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള സംഭവമാണ്. ഈ ക്ഷേത്രത്തിൽ വന്ന് പിരിച്ചു പൈസ കൊടുത്തില്ല, അതൊക്കെ അവർ തുടക്കത്തിലേ ഉള്ള ഒരു അലിഗേഷനാണത്. അതൊന്നും ഇവിടെ വില പോകില്ല. ഇവരിനി പിന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ സ്വാധീനിച്ചാലും നമ്മൾ കോടതിയിലെ സുപ്രീം കോടതി വരെ പോകും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. കാരണം ജനങ്ങളുടെ ഇത് ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിൽ ഇങ്ങനെയുള്ള ഒരു ടാറൊഴുക്ക് കമ്പനി അനുവദനീയമല്ല. ഇവർക്ക് എത്രയോ അല്ലാത്ത സ്ഥലം, താമസമില്ലാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയിക്കോട്ടെ. പുള്ളി പറഞ്ഞ വേറെ മറ്റൊരു കാര്യങ്ങളുണ്ട്. അതായത് ഈ ശ്വാസകോശ സംബന്ധമായോ അല്ലെങ്കിൽ അലർജി ഉള്ള ഒരാൾക്ക് മാത്രമേ ഇതുകൊണ്ട് വിഷയം ഉണ്ടാവുള്ളൂ. സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് ഇതുകൊണ്ട് വിഷയം ഉണ്ടാകില്ല എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അങ്ങനെ ആരോഗ്യമുള്ള ആർക്കെങ്കിലും ഇവിടെ വിഷയം ഉണ്ടായിട്ടുണ്ടോ? ആരോഗ്യമുള്ള ഒരാൾ ഇത് നിരന്തരം ശ്വസിച്ചുകൊണ്ടിരുന്നാൽ അയാൾ അസുഖക്കാരനായിക്കൊണ്ടിരിക്കും. അത് എൻവയോൺമെൻ്റൽ സ്റ്റഡി ചെയ്താണ്. ഇത് എപ്പോഴും ഇത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ ആരോഗ്യകരമായിട്ട് ആരോഗ്യം ക്ഷയിച്ച് ക്ഷയരോഗിയായി മാറും. നിങ്ങൾ കോടതിയിൽ പോകാനെ തുടർന്നല്ലോ ഇത് പൂട്ടിയിട്ടത് തന്നെ? കോടതി പോയിട്ട് പിന്നെ ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന എൻവയോൺമെന്റ് മറ്റേ പൊല്യൂഷൻ കൺട്രോളിന്റെ ആൾക്കാർ വന്നു. അതെങ്ങനെ വന്നൊക്കെ അറിയില്ല. ആരുടെ പരാതിയെ തുടർന്നാണ് വന്നിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. അതിന് ഞങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്നതാണെന്നുള്ളതും നമുക്ക് അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ 10 മാസം കഴിഞ്ഞിട്ട്, അതായത് ഈ ടാർ പ്ലാന്റ് അടച്ച് 10 മാസം കഴിഞ്ഞിട്ട് ഈ എൻവയോൺമെൻറ്റുകാർ എന്തിനാണ് വന്നത്? അത് അവർ അന്തരീക്ഷ മലിനീകരണം നോക്കാനാണോ? ഈ 10 മാസം കഴിഞ്ഞിട്ട് അന്തരീക്ഷ മലിനീകരണം എങ്ങനെ നോക്കാൻ പറ്റും? അതിൽ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. അത് ഇവിടുത്തെ ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് വന്നിട്ടുള്ളതല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു കാര്യം ചെയ്യട്ടെ, ഏത് രാഷ്ട്രീയമാണ്? അത് എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സ്വാധീനം ഉണ്ടാവാം. ഇപ്പം ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, ഞാൻ ഒരു പാർട്ടിയിലെ ലോ കമ്മിറ്റി മെമ്പറുമാണ്. പക്ഷേ എങ്കിലും പറഞ്ഞല്ലോ, ഒരു മെഡിക്കൽ സംഘത്തിനെ അയച്ചിട്ട് എൻ്റെ വീട് തൊട്ട് ഇറങ്ങിയാൽ അവിടെ ഇരിക്കുന്ന ആശുപത്രിയിലെ റെക്കോർഡുകൾ മൊത്തവും ഇപ്പോഴും ഇൻഹീലറും അതുപോലെ തന്നെ അതിന് ഉപകരണങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ചികിത്സിക്കുന്നതിൻ്റെ ഇൻഹീലർ മെഷീനും അതുപോലെ തന്നെ എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കാം. അതിൻ്റെ റെക്കോർഡുകൾ മൊത്തം അവർക്ക് കൊടുക്കാം. ഒരു ചെറിയ പ്ലാന്റ് ആയിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മിഷനാണ് ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ കൂടുതൽ പൊല്യൂഷൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂറോ 1 മണിക്കൂറോ ഇത് വർക്ക് ചെയ്ത് നമ്മുടെ പൊല്യൂഷൻ കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ എമിഷൻ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. 2 ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തെങ്കിൽ അതിനെ അറിയാൻ പറ്റൂ. കാരണം ഈ വരുന്ന ജില്ലാ ഇവിടെ പൊല്യൂഷൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ അല്ല, നമുക്ക് സെൻട്രൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറായിട്ട് നമ്മളെ ബന്ധപ്പെട്ടു, മനസ്സിലായല്ലേ? അപ്പോൾ അവർ പറയുന്നത് 2 ദിവസം ഫുള്ളായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ പൊല്യൂഷൻ അറിയാൻ പറ്റുള്ളൂ. ഇത് അവരെ സ്വാധീനിച്ചുകൊണ്ടൊന്നും ഇപ്പോൾ എന്തായാലും DMO കഴിഞ്ഞ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൈക്കോടതി ഒരു ഫേവറായിട്ടുള്ള ഒരു ഇത് പ്രവർത്തിപ്പിക്കരുതെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. ഇത്രയും നാൾ മാറി വരുന്ന പഞ്ചായത്തിനെ സ്വാധീനിച്ച് അവർ നേടിയെടുത്തതാണിത്. സംഭവം മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇതിന് രാഷ്ട്രീയമല്ല, ഞങ്ങൾ ജനകീയ സമരമാണ്. ഇത് ഞങ്ങൾ മരിക്കും വരെ, ഞങ്ങളുടെ ഇത് മരണശേഷമേ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. ഇത് ഏത് താജുദ്ദീനല്ല, ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ തുടങ്ങിയാലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ജനകീയ സമരമാണ്. പഞ്ചായത്തിൽ, അതായത് 4 പഞ്ചായത്താണ് ഈ ഇത് കിടക്കുന്നത്. 4 പഞ്ചായത്തിൻ്റെ വശങ്ങളിലാണ്. ഈ 4 പഞ്ചായത്തിൻ്റെ വശങ്ങളിൽ കിടക്കുന്ന ആൾക്കാരുടെ DMO വന്നിട്ട്, DMO ഓഫീസിൽ നിന്ന് വന്നിട്ട് അവരുടെ അസുഖ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം എടുത്ത് റിപ്പോർട്ട് എടുത്തിട്ട് അവർ ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള സ്റ്റേ ഓർഡർ പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചായത്ത് അതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ്
മെമ്മോ കൊടുക്കുകയും അത് ഒട്ടിക്കുകയും ചെയ്തു. അതൊക്കെ അവർ വലിച്ചെറിക്കളഞ്ഞു. അതിനുശേഷമാണ് നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായി നല്ലൊരു വിധി കിട്ടിയത്. കേസ് നടക്കുന്നുണ്ട്, പഞ്ചായത്ത് ട്രിബ്യൂണൽ കേസ് നടക്കുന്നതാണ് അല്ലേ? വിവാദ വിഷയമായ ഈ ചെമ്പൂരുള്ള ഈ റോഡ് പ്ലാന്റ് 10 മാസം മുന്നേ ശക്തമായ സമരങ്ങളൊക്കെ നടന്ന് അടച്ചുപൂട്ടിയ പ്ലാന്റാണ്. ഒരു പക്ഷേ ഇവിടുത്തെ MLA അല്ലെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ കാര്യമായി ഇടപെട്ട് ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തിരുന്നുവെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാമായിരുന്നു. അവരൊക്കെ നിഷ്ക്രിയരാണ്. ജനാധിപത്യ സംവിധാനത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ പറയുന്ന പ്ലാന്റിന് അനുകൂലമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഏതായാലും ഏതറ്റം വരെയും ഈ പ്ലാന്റ് തുറക്കാതിരിക്കാൻ ഈ ഒരു സാഹചര്യം ഇന്ന് ഈ പറയും പോലെ പൊല്യൂഷൻ കൺട്രോളിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആൾക്കാർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പരിശോധന നടത്തിയാലും എന്തായാലും ഈ പ്ലാന്റ് ഇവിടെ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ചെമ്പൂരത്തെ ഈ നിവാസികൾ. വിസ്മയസിനുണ്ട് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.